ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് i20 N-Lineന്റെ ഒരു കസ്റ്റമർ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീംകാച്ചർ ഡിസ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ i20 N-Lineന്റെ ഓണർ നമുക്ക് സ്വാഗതം ചെയ്യാം. ഷെയ്ജിൻ ദാസ്. നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇസൂസുവിന്റെ വീഡിയോയിൽ, അതുപോലെ തന്നെ നമ്മുടെ സൈക്കിൾ എടുക്കാൻ പോയ വീഡിയോയിലൊക്കെ ഈ പുള്ളി ഉണ്ട്. അപ്പോൾ സ്വാഗതം. ഈ ഒരു വണ്ടി i20 N-Lineലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് വേറെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് നോക്കിയിട്ടുള്ളത്? അതായത് i20 മാത്രമാണ് നോക്കിയത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടികൾ നോക്കിയിട്ടുണ്ടായിരുന്നോ? ഈ പ്രൈസിൽ ഈ ഒരു വണ്ടി ഉണ്ടായിട്ടില്ല ആ സമയത്ത്. ഞാൻ പിന്നെ പർച്ചേസ് നോക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 10-12 ലക്ഷം രൂപയാവില്ല. ഇതാകുമ്പം നമുക്ക് 12 ലക്ഷത്തിന് ഏകദേശം. അതൊരു ഫുൾ ഓപ്ഷനും അല്ല, ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ 14 ലക്ഷം ആകുന്നുണ്ട്. തൊട്ട് താഴെയുള്ള രണ്ടുപേരും ഞാനിത് വരുന്നത് N6ഉം N8ഉം. ഇത് N6ലുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു 3 സിലിണ്ടറാണ്. 3 സിലിണ്ടർ ടർബോ ആണ് വരുന്നത്. അതിന്റെ പെർഫോമൻസിന്റെ വൈസ് നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ്? പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിന് മുന്നേ ഏത് വണ്ടിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? ഇതിന് മുമ്പ് വെൻഡോ ഉപയോഗിച്ചിട്ടുണ്ട്. വെൻഡോ അത് ഓട്ടോമാറ്റിക് ആയിരുന്നു. മാനുവലിലേക്ക് മാറി. മാനുവലിലേക്ക് വരുന്നത് ഡ്രൈവിങ്ങിനുള്ള താല്പര്യം കൊണ്ടായിരിക്കും പ്രതീക്ഷ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ നോർമലായിട്ട് വരുന്ന പോലെ മുൻഭാഗത്തേക്ക് തുടങ്ങുവാണെങ്കിൽ ഇതിന്റെ ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലജനാണ്. ഹെഡ്ലൈറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ്ങിലുള്ള ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ് എൽ ഇ ഡി അല്ല, ഒരു പ്രൊജക്ടർ ടൈപ്പുള്ള ഒരു ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ രാത്രി ഉപയോഗിക്കുമ്പോഴുള്ള വെളിച്ചത്തിന് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. അതായത് വിസിബിലിറ്റി കിട്ടുന്നില്ല. പിന്നെ മഴയും ഇപ്പോഴും മഴക്കാലം ആയതുകൊണ്ട് മഴയുടെ സമയങ്ങളിലും വിസിബിലിറ്റി കുഴപ്പം തോന്നിയിട്ടില്ല. ഈ ഫോഗ് ലാമ്പ് ആണെങ്കിലോ പ്രോഗ്രാം കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിന് മുൻഭാഗത്തെ ഡിസൈനിങ് ഒക്കെ അടിപൊളിയാണ്. ഇവിടെ നമുക്കൊരു ലിപ്പൊക്കെ കൊടുത്തിട്ട് കാണാൻ പറ്റും. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്. ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? മീൻസ് കയറുമ്പോൾ നമ്മുടെ ഒരു കേരളത്തിലൊരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇല്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് ഓക്കെയാണ്. അപ്പോൾ പിന്നെ നേരെ മുകൾ ഭാഗത്തേക്ക് പോകുവാണെങ്കിൽ അടിപൊളിയായിട്ട് ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ വൈപ്പേഴ്സൊക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഒക്കെ സൺറൂഫ് വരുന്നുണ്ട്. ഒരു സിംഗിൾ പെയിൻ ആയിട്ടുള്ള സൺറൂഫും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയാണ് മുൻഭാഗത്തുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 3 സിലിണ്ടർ ആയിട്ടുള്ള എഞ്ചിനാണ് വന്നിരിക്കുന്നത്. 1000 cc 3 സിലിണ്ടർ ടർബോ. ഇതിൻ്റെ പവർ വരുവാണെങ്കിൽ 120 bhp 6000 rpm. അതുപോലെ തന്നെ ടോർക്ക് വരുവാണെങ്കിൽ 172 Nm ടോർക്ക് 1500 മുതൽ 4000 rpm ഇതിൻ്റെ ഒരു ടോർക്കിൻ്റെ വരുന്നത്, പവർ ഫിഗേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് വരുവാണെങ്കിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നല്ല പെർഫോമൻസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഹെവി പെർഫോമൻസ് ആണ്. ടോപ്പ് എൻ്റെ എത്ര വരെ പോയിട്ടുണ്ട് ഇപ്പോൾ? സ്പീഡ് ഒരു 160 വരെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര കിലോമീറ്റർ കവർ ചെയ്തു? 1300 കിലോമീറ്റർ കവർ ചെയ്തു. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 3 ആഴ്ച കൊണ്ട് ഏകദേശം ഒരു 1300 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ആവുന്നേ ഉള്ളൂ അല്ലേ? സർവീസ് 1500 പറഞ്ഞത്, ബുക്ക് ചെയ്തിട്ടില്ല, ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ മുമ്പിൽ ഒരു ഗ്രില്ലൊക്കെ ഒരു ഗ്ലോസി ഫിനിഷിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല വലിയ രീതിയിലുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു താഴേക്ക് നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്കേർട്ട് കൊടുത്തിട്ടുണ്ട്. N-Lineന്റെ റെഡ് ഫിനിഷിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സ്പോർട്ടി ഫിനിഷിംഗ് ആണ്. സ്കേർട്ട് എന്ന് തന്നെ പറയുന്നത്. ചുറ്റിലും ഇത് സ്കേർട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഹെഡ് ലാമ്പ് ഈ ഒരു വശത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ് ഹെഡ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ക്യാരക്ടർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ഒരു ഷേപ്പിന് നല്ല രീതിയിൽ അതൊരു ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടയർ സൈസ് നോക്കുവാണെങ്കിൽ 16 ഇഞ്ചാണ് ടയർ വരുന്നത്. 195, 55, 16 ഒരു അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്ക് ബ്രേക്ക്, വെന്റിലേറ്റഡ് ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലും ഡിസ്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ മെക്ഫേഴ്സൺ സെറ്റാണ് സസ്പെൻഷൻ വന്നിട്ടുള്ളത്. നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 160 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. ഇവിടെയും നമുക്ക് സ്കേർട്ട് നല്ല രീതിയിൽ ഇൻക്ലൂഡ് ആക്കി കാണാൻ പറ്റും. അതുപോലെ തന്നെ പിൻഭാഗത്ത് സസ്പെൻഷൻ പോയാണ്, ടിസ്റ്റുമാണ് പിൻഭാഗത്ത് വന്നിരിക്കുന്നത്. പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്നുവെച്ചാൽ പവർ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി വേണമല്ലോ, അതുകൊണ്ട് സ്റ്റിഫായിട്ട് കമ്പനി കൊടുത്തതാണ്. പക്ഷെ കംഫർട്ട് അത്രയില്ല, കുറച്ച് കുറവാണ്. പക്ഷേ അത് കോർണറിങ്ങിലൊക്കെ പക്കയാണ്. അടിപൊളി സ്റ്റിയറിംഗ് ഒക്കെ പക്കയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു സസ്പെൻഷൻ്റെ ഹാർഡ്നെസ് കൊടുത്തുകൊണ്ട് കോർണറിങ്ങും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഒക്കെ അടിപൊളി എന്നാണ് പറയാൻ. പിന്നെ ഇനി നമുക്ക് മിററിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടൊരു മിറർ വന്നിട്ടുണ്ട്. ഇവിടെ N-Lineന്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മിററിൻ്റെ വിസിബിലിറ്റിൻ്റെ കാര്യങ്ങൾ മിറർ വലിയ മിററായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ നമ്മൾ ചെറിയ നാരോ റോഡിലോട്ട് പോകുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. തട്ടുവാനുള്ളൊരു സാധ്യത. മീൻസ് പുറത്തോട്ട് കുറച്ച് ഇതായിട്ട് നിൽക്കുന്നുണ്ട്. തട്ടുവാനുള്ള സംശയം ഇങ്ങനെ വീട് കിടക്കും. അപ്പോൾ ഇതിന്റെ കളറിന്റെ പേര് വരുന്നത് തണ്ടർ ബ്ലൂ. ഈ ഒരു സെലക്ഷൻ ഇത് ഈ ഒരു N-Line മാത്രം വരുന്ന ഒരു കളറാണ്. അതെന്ന് വെച്ചാൽ ഞാൻ വെച്ച് ഈ പ്രത്യേകമായിട്ട് അങ്ങനെ നിന്നോട്ടെന്ന് വെച്ചാൽ ആ കളർ തന്നെ സെലക്ട് ചെയ്തു. കാരണം വെച്ചാൽ ബാക്കി ഇപ്പം വൈറ്റും എല്ലാം നോർമലായിട്ട് എല്ലാത്തിനും ഉണ്ട്. നോർമൽ i20 ഈ കളറില്ല. ഈ കളർ ഇതിന് മാത്രം i20 സ്പെസിഫിക് കളറാണ്.
ഇതിന്റെ കാലിപ്പർ റെഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റെഡിന്റെ ഒരു ഗാർണിഷ് കൊടുത്തത് കാണാൻ പറ്റും. പിന്നെ വലിയ ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബി പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. എ പില്ലറും അതുപോലെ തന്നെ സി പില്ലറിൽ ചെറിയൊരു പോർഷനും ബോഡി കളർ തന്നെ വന്നിട്ടുണ്ട്. ഹാൻഡിൽ നോക്കുവാണെങ്കിൽ ഒരു ബോഡി കളറുള്ള രീതിയിലുള്ള ഹാൻഡിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിൻഭാഗത്തെ ഹാൻഡിലും ബോഡി കളർ വന്നിട്ടുണ്ട്. കീലെസ് എൻട്രി വരുന്നില്ല. റിമോട്ട് കീലെസ് എൻട്രി വരുന്നില്ല, പക്ഷേ നോർമൽ റിമോട്ടാണ്. ഇതാണ് റിമോട്ട് വരുന്നത്. ഫോൾഡിംഗ് ആയിട്ടുള്ള റിമോട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ബാഡ്ജിങ് കാണാൻ പറ്റും ഉണ്ടായിട്ട്. അപ്പോൾ ഇതിലാണ് ഇതിൻ്റെ ഈ ഒരു വശത്തുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ. ഇനി നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ സൈലൻസർ നല്ല അടിപൊളിയായിട്ട് ഡിസൈനിങ്ങിൽ ഒരു സൈലൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കേർട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഡിഫ്യൂസർ എന്ന് പറഞ്ഞാൽ പറയാം. പിന്നെ റിഫ്ലക്റ്റൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൊടുത്തിട്ടാണ്. അതിൻ്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണക്റ്റിംഗ് ആയ രീതിയിലുള്ള ഒരു ടൈൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ കണക്ഷൻ ഇല്ല, സിൽവറിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. മേൽഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഒരു ഷാർഫിൻ ആൻഡിനൊക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീഫോഗർ ലൈറ്റ്സും നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പിൻഭാഗത്തെ കാര്യങ്ങളുള്ളത്. ഇനി ഡിക്കി സ്പേസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഡിക്കി സ്പേസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിൽ പാർസൽ ട്രെയിനർ ഒരു ക്ലിപ്പ് ഉണ്ട്, അത് അഴിച്ചു വിട്ടിട്ടാണുള്ളത്. ഡിക്കി സ്പേസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? മീൻസ് ഈ ഒരു ഡിപ്പ് ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പം മുന്നേ ഉപയോഗിച്ച വെൻഡോ ആണ്. വെൻഡോയിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. കുറവായിട്ട് തന്നെയാണ്. മറ്റേത് കുറച്ച് വലുതാണ്. ഇത് തീരെ നമുക്ക് അങ്ങോട്ട് ഹൈറ്റും കൂടുതലാണ്, ഈ ഒരു ഏരിയ കുറവാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിപ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊക്കെയാണ് സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിക്കി സ്പേസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിലേക്ക് പോകാം. ഡോർ പാഡ് വരുന്ന ഈ രീതിയിലാണ്. നല്ല അടിപൊളിയായിട്ട് പാക്കിങ്ങിലുള്ള ഡോർ പാഡ് വന്നിട്ടുള്ളത്. ഫുള്ളി ബ്ലാക്ക് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു റെഡ് ഗാർണിഷ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഒരു ഗ്ലോസി ഫിനിഷിംഗ് ഒക്കെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടൺസ് ഒക്കെ നല്ല രീതിയിൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ഓട്ടോ ഫോൾഡിങ്, അതുപോലെ തന്നെ ലോക്ക് ആൻഡ് ലോക്ക്, വിൻഡോ, അതായത് പവർ വിൻഡോയുടെ ബട്ടൺസും വിൻഡോ ലോക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ട്യൂട്ടറും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു ബോട്ടിലും അതുപോലെ തന്നെ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇതൊക്കെ ഡോർ പാഡൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ഉള്ളിൽ നോക്കുന്ന ബട്ടൺസ് കാണാൻ പറ്റുന്നത് ഇത് നമ്മുടെ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടണും കാണാൻ പറ്റും. അതുപോലെ തന്നെ മിറർ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാണാൻ പറ്റും. നമ്മുടെ i20യിൽ നോർമൽ കാണാത്ത രീതിയിലൊരു സ്റ്റിയറിംഗ് ആണ്. അത് ഉള്ളിലെത്തിയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സീറ്റ് നോക്കുവാണെങ്കിൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള സീറ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. റെഡിൻ്റെയും അതുപോലെ തന്നെ ഒരു ബ്ലാക്കിൻ്റെയും ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എൻലൈൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഒരു വെൽവെറ്റിൻ്റെ ഫിനിഷിങ്ങിലുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യങ്ങൾ. നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റിയറിംഗ് വീല് നല്ല രീതിയിലുള്ള ഒരു ലെതറൊക്കെ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു റെഡ് ഗാർണിഷ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീല് കാണാൻ പറ്റും. അതിൽ തന്നെ ഹുണ്ടായിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. എയർ ബാഗിൻ്റെ ഫിനിഷിംഗ് ഇവിടെ കാണാൻ പറ്റും. 6 എയർ ബാഗ് വരുന്നുണ്ട്. സേഫ്റ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെ വലിയൊരു നീണ്ട തര തന്നെയുണ്ട്. നമ്മളതൊരു പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ബട്ടൺസ് നോക്കുവാണെങ്കിൽ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇവിടെ ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ ടോഗിൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ മറുവശത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും ഇതിൻ്റെ മ്യൂസിക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോയിസ് കമാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു എൻലൈൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. ഇതൊക്കെ കാണുന്ന നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വൈപ്പേഴ്സിൻ്റെ കൺട്രോൾ ഇവിടെ കാണാൻ പറ്റും. വൈപ്പേഴ്സിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ വന്നിട്ടുണ്ട്. മെയിൻ ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ RPM മാനുവലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റലി നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്പീഡോമീറ്റർ നോക്കുവാണെങ്കിൽ ഇവിടെ സ്പീഡോമീറ്ററിൻ്റെ അതായത് അനലോഗ് രീതിയിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഡിജിറ്റലാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇത് ഡിജിറ്റലായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂവലിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്യൂവലിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു ഫുൾ ടാങ്കിൻ്റെ കുറച്ച് താഴേക്കാണ് ഫ്യൂൽ. നമ്മുടെ മുതലാളി കുറച്ച് റിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ RPMൻ്റെ കാര്യവും ഹീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഇത് ഇവിടെയുള്ള ഈ ബട്ടൺ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡ്രൈവ് ടു ഡിസ്പ്ലേ, ടയർ പ്രഷർ മോണിറ്ററിങ്ങിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് സെറ്റിങ്സ്, ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇത് ഓരോ സെറ്റിങ്സ് ഉണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ടെമ്പറേച്ചറും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓഡോമീറ്ററും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിൻ്റെ AC വിൻഡ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഇതുണ്ട്. അതിലും ഒരു റെഡിൻ്റെ ഒരു ഗാർണിഷ് നമുക്ക് കാണാൻ പറ്റും. ഇനി നേരെ സെൻറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 8 ഇഞ്ചിലുള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബട്ടൺസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ബട്ടൺസും അതുപോലെ തന്നെ ഈ ഒരു രീതിയിലുള്ള റോട്ടറി ഇതും വെച്ച് നമുക്ക് ഇതിൻ്റെ വോളിയം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെലക്ഷനും ഇതിലാണ് വരുന്നത്. ഇതിൽ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് സൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ട്യൂൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം സൗണ്ടിനെ പറ്റി അറിയുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സൗണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ മ്യൂസിക് കൺട്രോൾസ് വരുന്നത്.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടും ആപ്പിൾ കാർപ്ലേയും ഇൻബിൽറ്റ് ആയിട്ട് വയർലെസ് ആയിട്ട് വന്നിട്ടുണ്ട്. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇതെവിടെ ഹസാർഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും AC വെന്റിന്റെ മേലെ ഒരു റെഡ് കാണിച്ച് നമുക്ക് കാണാൻ പറ്റും. താഴേക്ക് നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ടുള്ള AC വന്നിട്ടുണ്ട്. അതിന്റെ ബട്ടൺസിൽ നമുക്ക് റെഡിന്റെ കാണിച്ച് കാണാൻ പറ്റും. പിന്നെ ഇതെവിടെയും ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. താഴേക്ക് നോക്കുവാണെങ്കിൽ ഒരു C ടൈപ്പ് ചാർജിങ്ങും അതുപോലെ തന്നെ ഒരു 12 വോൾട്ട് 180 വാട്ട്സിന്റെ ചാർജ് കൊടുത്തിട്ടുണ്ട്. USB ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ നോബ് അടിപൊളിയാണ്. ഈ രീതിയിലാണ് ഗിയർ നോബ് വന്നിട്ടുള്ളത്. മുൻഭാഗത്തേക്കാണ് റിവേഴ്സ് വരുന്നത്. ഇതിന്റെ 6 ഗിയർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു ഗ്ലാസിന്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഒരു സേഫ്റ്റി ലോക്ക് ഉള്ള രീതിയിലാണ് ഇതിന്റെ റിവേഴ്സ് വരുന്നത്. ഈ രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള രീതിയിൽ നോർമലായിട്ട് ഗിയർ ഇടാൻ പറ്റും. പിന്നെ മാനുവൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആം റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചറിയാം. നമുക്ക് ആദ്യം ക്രൂസ് കൺട്രോളിൻ്റെ കാര്യം ചോദിക്കാം. ക്രൂസ് കൺട്രോളിൻ്റെ എഫക്റ്റ് എത്ര തവണ യൂസ് ചെയ്തിട്ടുണ്ടോ? വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ യൂസ് ചെയ്തപ്പം പ്രത്യേക ഒരു ഫീലാണ്. കാരണം വെച്ചാൽ നമ്മുടെ മുന്നേ ഉപയോഗിച്ച വണ്ടി ഓട്ടോമാറ്റിക് ആണല്ലോ. ഓട്ടോമാറ്റിക്കലി ഉപയോഗിക്കുന്ന ക്രൂസ് കൺട്രോളും ഈ മാനുവൽ ഉപയോഗിക്കുന്ന രണ്ട് ഫീലായിട്ട് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി രസം തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുമ്പോഴാണ് തോന്നുന്നത്. മീൻസ് ഇത് നമ്മുടെ കേരളത്തില് പൊതുവെ അത് അങ്ങനെ നമുക്ക് ഹൈവേയിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എന്നാലും ചെറിയ സിറ്റുവേഷൻസ് കിട്ടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് കൺട്രോൾസിന്റെ കാര്യങ്ങൾ മ്യൂസിക്കിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? അതായത് ഇപ്പൊ 4 സ്പീക്കർ അതുപോലെ തന്നെ 2 ട്യൂട്ടർ എന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം പിന്നെ ഞാൻ ഉപയോഗിച്ച വെന്റോലും അത് നല്ലൊരു മ്യൂസിക് സിസ്റ്റം ആയിരുന്നു. അപ്പൊ അതും ഇതും വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. എന്നാൽ അടിപൊളിയാന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ N8 വരുവാണെങ്കിൽ ഫുൾ ഓപ്ഷൻ എടുക്കുമ്പോൾ അതിനകത്ത് ബോസിന്റെ സബും വരുന്നുണ്ട്. കിട്ടില്ല, അടിപൊളിയായിരുന്നുണ്ട് അത്. പിന്നെ അതുപോലെ തന്നെ AC-യുടെ ആയിരിക്കും. AC-ന്റെ എങ്ങനെയൊക്കെയാണ്? നല്ല ഇപ്പൊ 24 ഇല്ലാന്ന് ഇട്ടിട്ടില്ല. 24 തന്നെ നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആണ്. അതിന് കുറച്ചിട്ടൊന്നും ഉപയോഗിക്കില്ല. പൊതുവെ മറ്റേ വണ്ടിയിൽ ഞാൻ 16, 18 എല്ലാം ഇട്ടിട്ടാണ് ഉപയോഗിക്കില്ല. ഇതിനകത്ത് 24 ഇടുമ്പോൾ തന്നെ നല്ലൊരു കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ പെഡൽസ് സ്റ്റീലാണ് വരുന്നത് അല്ലേ? പെഡൽസിലാണ് സ്റ്റീലാണ്. സ്പോർട്സ് മോഡലാണ് കൊടുത്തിട്ടുള്ളത്. ഈ റെഡ് ഫിനിഷിംഗ് ഒക്കെ ആ ഒരു സ്പോർട്സിന്റെ ഒരു ഫിനിഷിംഗ് ആണ്. ഗിയർ ലിവറും എല്ലാം ഗിയർ നോബ് അടിപൊളിയായിരുന്നു. ഇനി നോക്കുവാണെങ്കിൽ മുൻഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ഇത് കൊടുത്തില്ല, മിറർ കൊടുത്തില്ല. ഡ്രൈവർ സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഹോൾഡർ ഉണ്ട്. ഇത് സൗണ്ട് ഉണ്ടാകുന്നുണ്ടോ? മീൻസ് നമുക്കിപ്പോ ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോർണർ ചെയ്യുമ്പോൾ സൈഡ് തട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നുണ്ട്. അതിന്റെ കണ്ണട ഓടി കളിക്കുന്നത് സാധനം ഉണ്ട്, സൈഡിലില്ല, ഫെദറായിട്ടുള്ള സാധനം ഉണ്ട്, പക്ഷെ സൈഡിലില്ല. നേരെ ഇത് മാത്രമേ എടുത്തിട്ടല്ലേ. പിന്നെ ലൈറ്റ്സ് നോക്കുവാണെങ്കിൽ ഹാലജൻ ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ബട്ടൺസും കാണാൻ പറ്റും. പിന്നെ ഇത് സൺറൂഫിന്റെ ആണ്. അത് മുന്നേ മാനുവൽ ആയിട്ട് ഡിമ്മിങ് ആയിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. മിറർ മീൻസ് പിൻഭാഗത്തുള്ള വണ്ടിയുടെ ലൈറ്റ് കാട്ടിലേക്ക് അടിക്കുന്നുണ്ട്. അത് ഫുൾ ഓപ്ഷനിലാണെങ്കിൽ മറ്റേ ഓട്ടോ ഡിമ്മിങ് ഉണ്ട്. ഇത് മാനുവൽ ഡിമ്മിങ് ആണല്ലേ. ഇനി നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. സൺറൂഫിന്റെ ബട്ടൺ ഓട്ടോമാറ്റിക്കായിട്ട് സൺറൂഫിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡ് നമുക്ക് ഈ രീതിയിൽ ഷെയ്ഡ് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ സൺറൂഫ് ഈ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. സൺറൂഫിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? സൺറൂഫ് എനിക്ക് വലിയൊരു താല്പര്യമില്ല. കാരണം പിന്നെ പിള്ളേർക്കൊക്കെ കളിക്കാനുള്ളൊരു അത്രേ ഉള്ളൂ. ചെറിയ കുട്ടികൾക്കൊക്കെ. പക്ഷേ ഈ ആംബ്രസ്റ്റിന് വരെ പ്രശ്നമില്ല. അതിന്റെ മുകളിൽ കയറിയിരിക്കാൻ പറ്റുന്നത് സ്ട്രോങ് ആണല്ലേ. എന്റെ മോള് ഇപ്പൊ 10-25 കിലോ ഉണ്ട്. അതൊക്കെ കൂളായിട്ട് അതിന്റെ മുകളിൽ കയറി നിൽക്കാറുണ്ട്. ഇനി അടുത്തത് നമുക്കറിയേണ്ടത് സ്റ്റോറേജിന്റെ കാര്യമാണ്. ഗ്ലോ ബോക്സിന്റെ സ്റ്റോറേജ് സ്പേസ് ഇത്രയാണ് കൊടുത്തത്. അതുപോലെ തന്നെ സെന്ററിലും ചെറിയ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. സ്റ്റോറേജിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? സ്റ്റോറേജിന്റെ കാര്യത്തിൽ ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് വേണ്ടത് മൊബൈൽ വെക്കാനുള്ള ഒരു അത് നമുക്ക് അത് സാധനം നിൽക്കൂല. വണ്ടി ഓടിക്കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡർ 2 പിന്നെ ആംബ്രസ്റ്റിനുള്ള സ്പേസും ഇതിനുള്ള പഫ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആംബ്രസ്റ്റിനുള്ള സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഉണ്ടല്ലേ. പിന്നെ സീറ്റിംഗ് എങ്ങനെയാ? സീറ്റിംഗിന്റെ നല്ല കംഫർട്ടാണ്. ഹഗ് ചെയ്യുന്ന രീതിയിലാണ് സീറ്റിങ്ങിന് ഈ ലെതർ നല്ലൊരു ഇതുണ്ട്. സപ്പോർട്ട് എടുക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അത് എനിക്ക് ഇരിക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്തത് ഇത്രയാണ്. ഇതിന്റെ മുൻഭാഗ കാര്യങ്ങളെല്ലാം ആയിരുന്നു തോന്നുന്നത്. നമുക്ക് പിൻഭാഗ കാര്യങ്ങൾ നോക്കിയോ അല്ലേ. ഇനി നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡോർ പാഡ് മുൻഭാഗത്ത് കണ്ട രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് കാർണിഷൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു ബോട്ടിൽ ഹോൾഡർ, കുറച്ചുകൂടി വലിപ്പമുള്ള ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സ്പീക്കറും ഇവിടെ കാണാൻ പറ്റും. ഇനി ഇത് ജസ്റ്റ് ഒരു ഡിപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ എൻട്രി ഒക്കെ വരുന്നത്. ഇനി ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കാം. പിൻഭാഗത്ത് യാത്ര ചെയ്തിട്ടുണ്ടോ? യാത്ര ചെയ്തവരെന്താണ് അഭിപ്രായം പറഞ്ഞത്? യാത്ര ചെയ്ത ഒരു ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. കുഴപ്പമില്ല, നല്ല ലെഗ് സ്പേസ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ കയറുന്ന ഇതൊരു ചെറിയ ഇതേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെയാണ്. ലെഗ് സ്പേസ് ഓക്കെയാണ്. ഹെഡ് റൂം ഓക്കെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ സീറ്റൊക്കെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്.
പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചാർജിങ്ങിന്റെ പോർട്ടും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ്, നല്ല കംഫർട്ടബിൾ ആണ് ഇതിൽ ഇരുത്തൊക്കെ. പിന്നെ പാക്കിംഗ് ആണ്, നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ പിൻഭാഗത്തെ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഹൈലൈറ്റ്, നമ്മൾ നേരത്തെ എക്സോസിന്റെ ഡിസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ടോ, ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. ഇത് റവ് ചെയ്യാണ്ടിരിക്കുമ്പോഴുള്ള സൗണ്ട് ഇതാണ്. ഒന്ന് റവ് ചെയ്. സൗണ്ടാണ് വരുന്നത്. നല്ലോണം ചവിട്ട്. MBD പിടിക്കാത്ത നല്ല അടിപൊളിയായിട്ട് സൗണ്ട് ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീഗലി ആയിട്ടാണ്, എക്സ്ട്രാ ഇതൊന്നുമല്ല, കമ്പനി വരുന്ന സൗണ്ടാണ്. അത്യാവശ്യം നല്ല നോട്ട്സും ഇതിൽ നമുക്ക് കിട്ടും. അതാണ് ഇതിന്റെ ഒരു എക്സോസ്റ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മൾ ഇതിന്റെ എല്ലാ ഇതിൽ കാണിക്കുന്ന പോലെ ഇതിന്റെ പെട്രോൾ ലിഡിന്റെ ഓപ്പണിംഗ് ഇവിടെയല്ല, പിൻഭാഗത്താണ്. അത് കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ നമ്മുടെ ബോണറ്റ് ഓപ്പണിംഗ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ബോണറ്റിന്റെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി എഞ്ചിന്റെ റൂം നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് എഞ്ചിൻ റൂം കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. 3 സിലിണ്ടർ 1000cc 3 സിലിണ്ടർ ടെർബോ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല ഹെവി ഹീറ്റ് വരുന്നുണ്ട്. ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം. 120 bhpയും അതുപോലെ തന്നെ 172 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. നല്ല അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്ലേസിംഗ് ഒക്കെ അടിപൊളിയാണ്. കവറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടെർബോ GD ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ ക്യാബിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓവറോൾ എല്ലാ കാര്യങ്ങളും കണ്ടു വണ്ടിനെ. ഇനി കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് ഇപ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ടല്ലേ 12 ആ ഒരു മൈലേജ് തന്നെ കിട്ടും. എനിക്ക് തോന്നുന്നൊരു 10-11 ആണ് നമുക്ക്. മാക്സിമം എത്ര കിട്ടിയിട്ടുണ്ട്? മാക്സിമം 12 വരെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയാകുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മൈനസ് ഉണ്ടാവും. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഒന്നോ രണ്ടോ വരും. ഡ്രൈവിംഗ് ഭയങ്കര ത്രില്ലാണ്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവായിട്ട് തോന്നുന്നത് ഇപ്പം നമ്മൾ പെട്രോൾ വണ്ടിയാണല്ലോ. പെട്രോൾ വണ്ടിയാകുമ്പോൾ അതിൻ്റെതായ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് മൈലേജിൻ്റെ കാര്യത്തിൽ. പക്ഷേ പവർ നമുക്ക് കിട്ടുന്നതുകൊണ്ട് പോകുന്നു. മൈലേജ് ഒരു വിഷയമാണ്. അത്യാവശ്യം കുഴപ്പമുള്ള രീതിയിലുള്ള ഒരു മൈലേജ്. അതായത് ഒരു 11 പറയുമ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളും ഓക്കെയാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഓക്കെയാണ്. പക്ഷെ നമുക്കിപ്പോൾ ഈ റേഞ്ചിൽ ഒരു പവറുള്ള വണ്ടി വേറെ ഇല്ല. ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ വെർട്ടസ് അതാണെങ്കിൽ കൂടിയും മൈലേജ് കണക്കാം. പെട്രോൾ തന്നെയാണ്. അത്രയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങൾ. ഇത് പുതിയൊരാളെ എടുക്കാൻ പോകുന്നവരോട് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? എടുക്കാൻ പോകുന്ന പറഞ്ഞാൽ വണ്ടി ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ പവർ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. അല്ലാതെ നമുക്ക് മൈലേജ് വേണം, കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവർ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇത് എവിടുന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വയനാട് ക്ലാസിക് ഉണ്ടായിരുന്നു. വയനാട്, കണ്ണൂരിൽ നിന്ന് എന്തുകൊണ്ട് വയനാട്ടിലേക്ക്? അതായത് കണ്ണൂർ ഞാൻ ഷോറൂമിൽ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പിന്നെ വണ്ടി കൊണ്ട് തന്ന്, പക്ഷേ ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക്കല്ല എനിക്ക് വേണ്ടത്, മാനുവലാണ് വേണ്ടത്. മാനുവൽ അവർ പറഞ്ഞു സാറേ മാനുവൽ നമുക്ക് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്, അതായത് തന്നോട് പറഞ്ഞപ്പോൾ നമ്മൾ വയനാടൊന്ന് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ അവിടെ നിന്ന് നമ്മളെ ഇവിടെ വന്നിട്ട് പിക്ക് ചെയ്തിട്ട് കൂട്ടി അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് വണ്ടി ക്ലാസിക് ഹുണ്ടായിൻ്റെ ഒരു പ്ലസ് പോയിന്റാണ്. ഇവിടുന്ന് ആളെ പിക്ക് ചെയ്തു, ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് കൊണ്ടുപോയതിന് ശേഷമാണ് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നത്. ഞാനിവർ കൂടിയാണ് വയനാട് ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും നല്ല സപ്പോർട്ടാണ് ഈ ഒരു ക്ലാസിക് ഹുണ്ടായി വയനാട് ഷോറൂം നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അവിടെ തന്നെയാണ് വണ്ടി ഡെലിവറി എടുത്തത്. വണ്ടി ഡെലിവറിയും ഇവിടെ തന്നെ കൊടുത്തത്. ഇവിടെ ഡെലിവറി വീട്ടിലേക്ക് ഡെലിവറിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സപ്പോർട്ടിംഗ് ആണ് ഈ ഒരു ക്ലാസിക് ഹുണ്ടായിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് പറയുകയാണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് അന്നേരം അവർ 1180 സംതിങ് പറഞ്ഞത്. അതിൻ്റെ കുറച്ച് ഓഫറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫറെല്ലാം മേടിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ റേറ്റ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ നമ്പർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്പർ ബുക്ക് ചെയ്തിട്ട് നമ്പർ കിട്ടാനുള്ളതാണ്, ബുക്കിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂവലിൻ്റെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫ്യൂവലിൻ്റെ ഉള്ളിലല്ല ഓപ്പണിംഗ് വരുന്നത്, ഇവിടെയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി വരും. വണ്ടി അൺലോക്ക് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 37 ലിറ്ററാണ് ഇതിൻ്റെ ഒരു പെട്രോളിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജ് ഒരു 12, ഏവറേജ് മൈലേജ് ഒരു 12.6 ആ റേഞ്ചിലാണ് മൈലേജ് വരുന്നത്. ഇത് ലോക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ലോക്ക് ആവും. പിന്നെ വണ്ടി ലോക്ക് ആണെങ്കിൽ നമുക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവില്ല, അൺലോക്ക് ആണെങ്കിൽ മാത്രമേ വരുള്ളൂ. പിന്നെ ഇത് ഇവിടെയൊക്കെ i20 ഒരു ബാഡ്ജിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഇവിടെ ഒരു ഫിന്നും ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഓവറോൾ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു i20 N-Lineൻ്റെ കസ്റ്റമർ റിവ്യൂ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡീറ്റെയിൽസ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.